അല്ലാഹു മാത്രമാണ് വലിയവൻ എന്നുള്ളതായ ഒരു പ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഉന്നതൻ, അല്ലാഹുവാണ് വലിയവൻ. പടച്ചവനെ, സാധുവായ ഞാൻ ഒന്നുമല്ല, ഞാൻ വെറും സീറോയാണ്, എനിക്കൊന്നിനും കഴിവില്ല, ഞാൻ ആരുമല്ല, നിന്റെ ഒരു എളിയ അടിമ മാത്രമാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് റബ്ബിനോട് നമ്മൾ പറയുന്നത്. നിസ്കരിക്കുമ്പോൾ നോക്കാൻ നിങ്ങൾ വേറെ ദിക്റുകളൊന്നുമില്ലല്ലോ. അല്ലാഹു അക്ബർ കൈ കെട്ടുമ്പോ, റുക്കൂഇലേക്ക് പോകുമ്പോ, സുജൂദിലേക്ക് പോകുമ്പോ, മറ്റുള്ള എല്ലാ ഫർളുകളിലും നമ്മൾ ഇടപെടുമ്പോ, പെരുന്നാൾ നിസ്കാരത്തിൽ നോക്കാൻ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ല കഴിയുന്നത്. അല്ലാഹു അക്ബർ. പടച്ചവനെ, നീയാണ് ഉന്നതൻ. എന്ത് പ്രയാസം നേരിടുമ്പോൾ ഞാൻ അശക്തനാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ എന്ത് സന്തോഷഘട്ടങ്ങളിലാണെങ്കിലും അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് വരുന്നത്, അല്ലാഹു തന്ന സമ്പത്തിൽ നിന്നാണ് ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, പാവപ്പെട്ട ആളുകളെ പരിഗണിക്കുന്നത് എന്റെ പവർ കൊണ്ടല്ല, അല്ലാഹു തന്ന ആ പവർ കൊണ്ടാണ്, കഴിവ് കൊണ്ടാണ്, നല്ല മനസ്സുകൊണ്ടാണ്, സമ്പത്ത് കൊണ്ടാണ്. ഇതാണ് അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥം. ഒരു പൊരുൾ അതാണ്. എനിക്കൊന്നിനും കഴിവില്ല. ഹജ്ജിനും ഉംറക്കും പോയ ആളുകൾ എന്ത് മനസ്സിലാക്കണം? എനിക്കുണ്ടായ സമ്പത്ത് കൊണ്ടല്ല ഞാൻ ഹജ്ജിനും ഉംറക്കും പോകുന്നത്. സമ്പത്ത് എത്ര ഉണ്ടായിട്ടും ഹജ്ജിന് പോകാത്ത ആളുകൾ എത്രയാണ്, ഉംറക്ക് പോകാത്ത ആളുകൾ എത്രയാണ്. ഹജ്ജ് നിർബന്ധമല്ലേ? ഒരു തവണയെങ്കിലും അവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തത് മഹാഭാഗ്യം കെട്ടതല്ലേ? അപ്പൊ സമ്പത്ത് ഉണ്ടാവലല്ല, അത് നല്ല വഴിയിൽ ചെലവഴിക്കുക, ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കുക, പാവപ്പെട്ടവരെ പരിഗണിക്കാൻ വേണ്ടി ചെലവഴിക്കുക, പള്ളിയിലേക്കും മദ്രസകളിലേക്കും ചെലവഴിക്കുക. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പടച്ചവനെ, നീ തന്ന സമ്പത്താണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്തതെല്ലാം. അതല്ലാതെ എന്റെ പവർ കൊണ്ടല്ല, ഞാൻ എളിയവനാണ്, ഞാൻ സാധുവാണ്, ഞാൻ വളരെ അശക്തനാണ്, നീയാണ് ഉന്നതൻ എന്നുള്ളതായ ഒരു പ്രഖ്യാപനമാണ്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോ അഹങ്കാരം നമ്മളിൽ നിന്ന് പോകും. സുജൂദിലേക്കൊക്കെ പോകുമ്പോ നമ്മുടെ കൈ, മുൻകൈയും കാൽമുട്ടുകളും